ഇവര് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നല്ലോ, ഹിന്ദു സമുദായം എന്ന് പറയുന്നല്ലോ. ഏത് ഹിന്ദുക്കളെ പറ്റിയാണ് പറയുന്നത്? അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. ഞാനിവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഇവര് സനാതന ധർമ്മത്തിൽ എന്തൊക്കെയോ നന്മയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് ആ നന്മയൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചാൽ കൊള്ളാം. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. കുറച്ച് പുഴുക്കുത്തുകളുണ്ട്, കുറെ നന്മയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് നന്മയാണ് സനാതന ധർമ്മത്തിലുള്ളത്? ആര് കേട്ടാലും വിശ്വസിക്കില്ലേലും ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ 96% ക്ഷേത്രങ്ങളുടെയും ഭരണാധികാരികൾ സവർണ ഒളിഗാർക്കിയാണ്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഇവര് പറയുന്നു നീതി നിഷേധിച്ചാൽ ഉടനെ ഇടപെടുമെന്ന്. നമ്മൾ അടുത്തിടെയാണല്ലോ കണ്ടല്ലേ, എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ ഒരു ദളിതനായ ശാന്തിക്കാരൻ പൂജിക്കുന്നു എന്നതിന്റെ പേരിൽ അയാളുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിക്കാൻ തയ്യാറായില്ല. ഇവരെത്ര പേര് ആ നീതി നിഷേധത്തിനെതിരെ ഇടപെട്ടു? ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളാണ്. ശബരിമലയിൽ ഒരു അബ്രാഹ്മണ മേൽശാന്തിയെ നിയമിക്കുന്നത് സംബന്ധിച്ച് എന്താണ് ഇവരുടെയൊക്കെ നിലപാട്? പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. എത്ര കാലമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയപ്പെട്ട ആദിവാസികളെയും ദളിതരെയും പുറംപോക്കിൽ തള്ളിയിട്ട് അവരുടെ അവകാശത്തിന് വേണ്ടി ആരാണ് സംസാരിച്ചിട്ടുള്ളത്? മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോളേജുകളിൽ 96% തസ്തികകളിലും സവർണരാണ്. ഹിന്ദുക്കൾ എന്ന പേരിൽ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സവർണ ഒളിഗാർക്കിയാണ്. ഹിന്ദുവായി ഞാൻ ജനിച്ചു, പക്ഷെ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സനാതന ധർമ്മത്തെ ഉപേക്ഷിച്ചാണ് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പോയതോ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസ്വസ്ഥരാകുകയാണ് ആളുകൾ. തീർന്നിട്ടില്ല. നോക്കൂ, നമ്മുടെ കേരളത്തിലെ ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണ്, ശൂന്യതരമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കും. നോക്കൂ, അടുത്തിടെയാണ്, കുറച്ചു കാലം മുമ്പാണ് ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സുധി എന്ന് പറയുന്ന ഒരു ഈഴവ മേൽശാന്തി ദേവസ്വം ബോർഡിന്റെ അപ്പോയിന്റ്മെന്റ് മേടിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പൂജിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം കൊടിയ ദുഃഖമാണ് നേരിട്ടത്, കൊടിയ അക്രമമാണ് നേരിട്ടത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആയുഷ്കാലം എന്റെ കോളാമ്പി ചുമക്കാനാണ് നിന്റെ വിധി. അദ്ദേഹത്തിന് ശ്രീകോവിനുള്ളിൽ കാലുകുത്താൻ പോലും ഇടമുണ്ടായില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതല്ലേ സനാതന ധർമ്മം എന്ന് പറയുന്നത്? ഒന്നും വേണ്ടായിരുന്നു, ആന പിടിച്ചാ കിട്ടൂ. ഈ സനാതന ധർമ്മത്തെ അല്ലേ ഗുരു എതിർത്തത്? അപ്പോൾ ഈ സനാതന ധർമ്മം, നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു. കൈമളി വരയ്ക്കുന്നില്ലാത്ത കാര്യമൊന്നുമല്ലത്. 1925 സി വി കുഞ്ഞിരാമനോട് ഗുരു പറഞ്ഞത് എന്താണ്? ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞൂടാ എന്ന് പറഞ്ഞ ഗുരുവിനെ ഹിന്ദു മതത്തിന്റെ വക്താവാക്കാനും സനാതന ധർമ്മത്തിന്റെ വക്താവാക്കാനും ശ്രമിക്കുന്നു. ഇവര് പറഞ്ഞല്ലോ, പല ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഈ ഭഗവത്ഗീതയാണല്ലോ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യ ഗ്രന്ഥം. ഈ ഭഗവത്ഗീതയെ പറ്റി നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ അഭിപ്രായം എന്താണ്? നടരാജ ഗുരുവിനോട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സനാതന ധർമ്മം ഇവിടുത്തെ ദളിതരുടെ ആദിവാസികളുടെയും തല കെട്ടി ഏൽപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്.